അങ്ങനെ നിരവധി ദിവസം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കും പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനുമെല്ലാം ഒടുവിൽ അനിശ്ചിതത്വങ്ങളും ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെയും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തിന് പിന്നാലെ വന്ദേമാതരം ആലപിച്ച് ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് സഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ജൂലൈ 20 സമ്മേളനം ആരംഭിച്ച് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി ഇരുവരും സഭയിലെത്തുന്നത് ഇന്നാണ്. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ ഒരു ചർച്ചയെ നേരിടാനോ തയ്യാറാകാതെ സഭാ നടപടികൾ ആരംഭിക്കുക പോലും ചെയ്യാതെ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. BJPയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾ ഒരിക്കൽ കൂടി പാർലമെൻറ്റിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നായിരുന്നു വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പൂർണ്ണതോതിൽ ആലപിക്കുക എന്നുള്ളത്. അത് കൃത്യമായും ആദ്യമായി തന്നെ പാർലമെൻറ്റിൽ പൂർണ്ണതോതിൽ ആലപിച്ചു. അതിന് തൊട്ടു പിന്നാലെ സഭയിൽ പ്രതിപക്ഷ ബഹളം തുടങ്ങി എന്ന് പറയാം. അത്തരത്തിലൊരു ബഹളത്തിന് തൊട്ടു പിന്നാലെ തന്നെ സഭ സഭാ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി ശൈത്യകാല സമ്മേളനത്തിന് ഡിസംബറിൽ ആയിരിക്കും ഒരുപക്ഷെ സഭ ചേരുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർലമെൻറ്റ് സമ്മേളനം ജൂലൈ 20 തുടങ്ങി ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ചോദ്യോത്തരവേളകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശൂന്യവേളകളോ ഒന്നും തന്നെ കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം അത്ര കണ്ട് വലിയ തോതിലുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു ഉയർത്തിയിരുന്നത്. ഇതിനിടയിൽ വന്ന CJP സമരം ജന്തർ മന്ദിറിൽ നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയരുകയും അത് വലിയ തരത്തിൽ സഭയിൽ ചർച്ച ചെയ്യണം എന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പില്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരവാദി അമിത്ഷായാണ് എന്ന് തന്നെ കോൺഗ്രസ് സഭയിൽ വാദിച്ചു. പക്ഷേ ഇതിനൊന്നും തന്നെ മറുപടി നൽകാനോ അല്ലെങ്കിൽ വ്യക്തമായി എഴുതി തയ്യാറാക്കിയ മറുപടി നൽകാനോ ഭരണപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി വരാൻ പോകുന്നത് ഈ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പാണ്. അത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വർഷകാല സമ്മേളനത്തിൽ കൃത്യമായി കരുതലോടുകൂടിയുള്ള നീക്കങ്ങൾ അവർ നടത്തിയത്. അതുതന്നെ ഇന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അമിത്ഷായും ഒരുമിച്ച് പാർലമെന്റിലേക്ക് എത്തുന്നു. സമ്മേളനം തുടങ്ങുന്നു. അതൊട്ട് പിന്നാലെ വന്ദേമാതരം പൂർണ്ണ തോതിൽ ആലപിക്കുന്നു. അതിനുശേഷം സഭയിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇന്നലെ തന്നെ പ്രതിപക്ഷം പ്രധാനമായി പറഞ്ഞത് സഭയിൽ അമിത്ഷായുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കാൻ അവർ തയ്യാറല്ല, പകരം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിന് അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണപക്ഷം തയ്യാറാകണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ പാർലമെന്റ് കാര്യ ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ നിശബ്ദരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശബ്ദമുണ്ടാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രത്യേക സമ്മേളനം തന്നെ വിളിച്ച് ഈ സമ്മേളന കാലാവധി നീട്ടി മുന്നോട്ട് കൊണ്ടുപോയി ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും പക്ഷേ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ അംഗീകരിക്കാതെ അവർ കടുംപിടുത്തത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത്. കാരണം അവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ആയിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ പോലും അവർ സാധാരണഗതിയിൽ രാഷ്ട്രീയം കലർത്തിയുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സമീപകാലങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ തന്നെ അവർ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് മറുപടി നൽകുവാൻ BJP മന്ത്രിമാർ തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാജ്യസഭയിലും ആ കാഴ്ച തന്നെ കാണാൻ കഴിഞ്ഞു. രാജ്യസഭയിലും പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴൊക്കെ തന്നെ തൽക്കാലം സഭ നിർത്തിവെക്കുക, ഒരു ദിവസം 3 മുതൽ 4 പ്രാവശ്യം വരെയൊക്കെ സഭ നിർത്തിവെച്ചത് നമ്മൾ കണ്ടതുമാണ്. ഇങ്ങനെയുള്ള ഒരു സഭാ സമ്മേളനം ഒരു പക്ഷേ പാർലമെൻറ്റ് ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു സഭാ സമ്മേളനം ഇത്ര ദിവസം നീണ്ടുനിന്ന സഭാ സമ്മേളനത്തിൽ ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയോ അമിത്ഷായോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ സഭയിൽ ഹാജരാകാതിരിക്കുക. പാർലമെൻറ്റ് കെട്ടിടത്തിലെത്തും, പക്ഷേ ഓഫീസിൽ അവർ തങ്ങും. എന്നാൽ സഭയിലെത്തുകയോ സഭയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ പോയ ഒരു ചരിത്രം സഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയും. അതേസമയം പ്രതിപക്ഷമാകട്ടെ അവരുടെ ശക്തി കൃത്യമായും തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അവർ ആരോപണങ്ങൾ ഉന്നയിച്ചതും വ്യക്തമായി അവരവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തത്. അത് രാജ്യസഭയിലും ലോക്സഭയിലും അത്തരത്തിൽ അവർക്കൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രവർത്തനം, അതായത് ശിഥിലമായി പോകുമോ എന്ന് ഒരു സമയത്ത് ചിന്തിച്ചിരുന്ന ഇന്ത്യ സഖ്യം
പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെയും അതിന് തൊട്ട് പിന്നാലെ തമിഴ്നാട്ടിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കുണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഇന്ത്യ സഖ്യത്തെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം ശിഥിലമാകുമോ എന്നുള്ള ഒരു ചില ഊഹാപോഹങ്ങൾക്ക് വ്യാപകമായി പടരുന്നതിനിടയിലാണ് ഇവിടെ ഈ പാർലമെന്റ് സമ്മേളനത്തോടു കൂടി തന്നെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അതിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ സഖ്യം വീണ്ടും ഉയർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇവിടെ ഒരു ഒളിച്ചോടൽ എന്ന് തന്നെ പറയാം. കാരണം ഇതിനിടയിൽ നമ്മൾ ബില്ല് പാസ്സാക്കുന്ന കാഴ്ചകളും കണ്ടതാണ്. പലപ്പോഴും ബില്ലുകൾ വളരെ വേഗത്തിൽ രാവിലെ മുതലുള്ള സെഷൻ പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് എത്തുമ്പോഴേക്കും ബില്ലുകളുടെ കാര്യങ്ങളിലേക്ക് എത്തുന്നു. ബില്ലുകൾ വളരെ വേഗത്തിൽ സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട പല ബില്ലുകളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. 10 മുതൽ 12 മിനിറ്റുകൾ കൊണ്ടും അല്ലെങ്കിൽ 5 മുതൽ 7 മിനിറ്റുകൾ കൊണ്ടും ഒക്കെ തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. 2 മിനിറ്റിൽ അവതരിപ്പിച്ച ബില്ലുകൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബില്ലുകൾ വളരെ വേഗത്തിൽ അവതരിപ്പിച്ച് ഭരണപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി പാസ്സാക്കി കൊണ്ടുപോകുന്ന ഒരു രീതി കണ്ടു. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട FCRAയുമായി ബന്ധപ്പെട്ട ബില്ല് മാത്രമാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ JPCക്ക് വിട്ടുകൊടുക്കുവാൻ അല്ലെങ്കിൽ വിട്ടു നൽകുവാൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനുള്ള അവസരം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൽ പോലും ഒരു ചർച്ചയ്ക്ക് ഭരണപക്ഷം തയ്യാറായില്ല. വളരെ വേഗത്തിൽ പ്രതിപക്ഷ ബഹളം തുടങ്ങുമ്പോഴേക്കും തന്നെ വളരെ വേഗത്തിൽ ചർച്ചകളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു രീതിയാണ് പാർലമെന്റിൽ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ അനുവർത്തിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിലവിൽ ഇപ്പോൾ ഇവിടെ NDA സഖ്യത്തിനെതിരെ ഇന്ത്യ സഖ്യം വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സമ്മേളനത്തോടുകൂടി എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് അവരുടെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ കാലങ്ങളാണ്. UP, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ എത്താൻ പോകുന്ന സമയത്ത് ഇന്ത്യ സഖ്യം കെട്ടുറപ്പുള്ളതായി മാറിയിരിക്കുന്നു, പ്രത്യേകിച്ചും ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞിവിടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CJPയുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് കൃത്യമായി പാർലമെന്റിൽ ഉന്നയിക്കുകയും ആ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചതിനപ്പുറത്തേക്ക് അതിൻ്റെ സങ്കീർണതകളിലേക്കോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കോ കടക്കുവാൻ ഭരണപക്ഷം അല്ലെങ്കിൽ NDA സർക്കാർ തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ രൂക്ഷമായ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും ഒപ്പം തന്നെ പുറത്തു നടക്കുന്ന CJPയുടെ പ്രക്ഷോഭവുമൊക്കെ സഭയെ വല്ലാതെ പിടിച്ചുലക്കിയ സംഭവങ്ങളായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു സംഭവം. അതേസമയം മറ്റു കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഈ FCRA ബില്ലും ഒപ്പം തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിരുന്നു കേരളം എന്ന് മാറ്റുക. അത് കഴിഞ്ഞ ദിവസം പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പാസ്സായി കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി കേരളമായി മാറപ്പെടും. അങ്ങനെ ചില ബില്ലുകൾക്കും അപ്പുറത്തേക്ക് പക്ഷേ രാജ്യത്തിന് വേണ്ടിയുള്ള രാജ്യത്തിൻ്റെ വിശദമായ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകളൊക്കെ മുടങ്ങപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഒരു പക്ഷേ അത് അത്തരത്തിൽ ഒരു നീക്കം നടത്തുവാൻ അല്ലെങ്കിൽ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുവാൻ, കാരണം ഇവിടെ കോൺഗ്രസ് ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു എന്ന് തന്നെ രാഷ്ട്രീയപരമായി ഒട്ടുമിക്ക ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അവർ ഉയർത്തിയ പ്രശ്നം നീറ്റ് പരീക്ഷാ ക്രമക്കേട് എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു സംസ്ഥാനത്തിലെയോ അല്ലെങ്കിൽ മറ്റ് 1-2 സംസ്ഥാനങ്ങളിലെ വിഷയമല്ല, അത് ദേശീയ തലത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. 20ഓളം വിദ്യാർത്ഥികളുടെ മരണത്തിന് വരെ വഴിവെച്ച ഒരു നീറ്റ് പോലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേട്. ആ ക്രമക്കേടിൽ പോലും കൃത്യമായ തരത്തിൽ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുകയോ വഴങ്ങുകയോ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയുമ്പോൾ ഓരോ പ്രശ്നങ്ങളും കൃത്യമായി സഭയ്ക്ക് മുന്നിൽ എത്തപ്പെടുമ്പോഴേക്കും അത് ചർച്ച ചെയ്യുവാൻ തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, എല്ലാം പ്രതിപക്ഷ ബഹളത്തിൻ്റെ പിന്നിൽ ആരോപിക്കപ്പെടുന്നു. അത് ആ ചർച്ചകളെല്ലാം ഒഴിവായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിൽ ആഭ്യന്തരമന്ത്രി സഭയിൽ ഹാജരാകാതിരുന്നത്, പ്രധാനമന്ത്രി ഹാജരാകാതിരുന്നത്, ഒപ്പം ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ തന്നെ കിരൺ റിജിജു എന്ന് പറയുന്ന പാർലമെന്റ് കാര്യ മന്ത്രിയിൽ മാത്രം ഒതുക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും ഈ സഭാ സമ്മേളന വേളയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു പക്ഷേ രാജ്യസഭ കൂടി സമ്മേളനം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ വർഷകാല സമ്മേളനം കഴിയുന്നു. അത് കഴിഞ്ഞ് ശൈത്യകാലം, അത് ഡിസംബറിലാണ്. പക്ഷേ അതിന് ആ ശൈത്യകാലത്തിന് മുമ്പ് പാസ്സാക്കേണ്ട കുറേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഈ ചില പ്രധാനപ്പെട്ട FCRA പോലുള്ള, കാരണം ഈ വിദേശ ധനം ഇന്ത്യയിലേക്ക് വിവിധ ഏജൻസികൾ വഴി എത്തപ്പെടുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. അത്
ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെയുള്ള അവരുടെ ഭാഗത്ത് നിന്നും അവർ കുറേ ആശങ്കകളുണ്ടായിരുന്നു, കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ദൂരീകരിക്കുവാൻ ഇതുവരെയായിട്ടും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഇതൊരു ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടത് കൊണ്ട് ഒരു പക്ഷേ ഒരു 1-2 ദിവസം നീളുന്ന ഒരു സമ്മേളനം വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ അത്തരം വിളിക്കാനുള്ള ഒരു നീക്കം NDA സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അതൊക്കെ പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളിലൂടെ, കൃത്യമായ നീക്കങ്ങളിലൂടെ തന്നെ NDA സർക്കാർ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ ഇന്ന് അവർ കൃത്യമായി സഭയിൽ അവരെല്ലാവരും എത്തുന്നു, വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുന്നു. തൊട്ടു പിന്നാലെ സഭ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയും പിരിയുകയും ചെയ്തിരിക്കുന്നു. ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ BJPയുടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത്. വന്ദേമാതരം ദേശീയഗീതം പൂർണ്ണമായും ആലപിക്കണം എന്ന വിവാദം വലിയ രീതിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിനെതിരെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വന്ദേമാതരം അതിൻ്റെ പൂർണ്ണമായി 6 ഖണ്ഡികകളും പാടി ആലപിച്ച് ലോക്സഭ അവസാനിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ന് ലോക്സഭയിൽ എത്തിയെങ്കിലും ഒരു ചർച്ചയ്ക്ക്, ഒരു ചോദ്യം ചെയ്യലിന്, ഒരു പ്രതിഷേധത്തിന് പോലും ഇട കൊടുക്കാതെയാണ് സഭാ നടപടികൾ ആരംഭിച്ച് 2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സഭ പിരിഞ്ഞത്. എന്തായാലും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. माननीय सदस्यों, कृपया अपने स्थान पर राष्ट्रगीत वंदे मातरम के सम्मान में खड़े हो जाएं। सदन की कार्रवाई अनिश्चित काल के लिए स्थगित की जाती है।